മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അർമേനിയയിൽ തടങ്കലിലായിരുന്ന യുവാവിനെ വിട്ടയച്ചു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണുവിനെയാണ് അർമേനിയയിൽ ഹോസ്റ്റൽ ഉടമ ബന്ദിയാക്കിയിരുന്നത്. സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് മുഖേന നോർക്കയ്ക്കും മുഖ്യമന്ത്രിക്കും വിഷ്ണുവിന്റെ അമ്മ ഗീത പരാതി നൽകിയിരുന്നു. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകും. അനീഷ്, ഏത് കാരണത്താലാണ് ഈ യുവാവിനെ തടങ്കലിലാക്കിയിരുന്നത്? ഇപ്പോൾ എങ്ങനെ മോചനം സാധ്യമായി? ഇരിങ്ങാലക്കുട സ്വദേശി വിഷ്ണു എന്ന യുവാവിനെയാണ് അർമേനിയയിൽ ഹോസ്റ്റൽ ഉടമ ബന്ദിയാക്കിയത്. ഇത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസം ഈ വിഷ്ണുവിന്റെ അമ്മ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിരുന്നു. മാത്രമല്ല പ്രവാസി ക്ഷേമ ബോർഡ് മുഖേന നോർക്കയ്ക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ വിഷ്ണുവിന്റെ അമ്മ പരാതിയും നൽകിയിരുന്നു. ഇത് ഉൾപ്പെടെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. ഇന്നലെയും ഇന്നും ഉൾപ്പെടെ പല മാധ്യമങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അത് മാത്രമല്ല ഈ എംബസിയിൽ നിന്നും അതുപോലെ തന്നെ നോർക്കയിൽ നിന്നും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത്. ഇതോടെയാണ് ഈ വിഷ്ണുവിനെ ബന്ദിയാക്കിയ ഹോസ്റ്റൽ ഉടമ വിഷ്ണുവിനെ പോകാൻ അനുവദിച്ചത്. വിഷ്ണു ഇപ്പോൾ അർമേനിയയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് എത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയിലേക്കുള്ള യാത്രയിലാണ് വിഷ്ണു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം വിഷ്ണുവിന്റെ അമ്മയ്ക്ക് ലഭിച്ചു. അമ്മയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഈ വിവരം അമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തു. തനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രവാസി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഫോൺ മുഖേന വിഷ്ണുവിനെ ബന്ധപ്പെട്ടപ്പോൾ വിഷ്ണു പറഞ്ഞതായും പറയുന്നു. എന്തായാലും വിഷ്ണു ഇപ്പോൾ സുരക്ഷിതനാണ്. മോചനം നടത്തിയിരിക്കുന്നു. അർമേനിയയിലുള്ള ഇന്ത്യൻ എംബസിയിലേക്ക് അല്പസമയത്തിനകം എത്തും. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ വിഷ്ണു അർമേനിയയിൽ എത്തുന്നത്. അവിടെ മലയാളികളായ മറ്റു 4 സുഹൃത്തുക്കൾ ചേർന്ന ഒരു ഹോസ്റ്റൽ നടത്തിപ്പ് ഏറ്റെടുത്തു. പിന്നീട് ഈ ഹോസ്റ്റലിലെ നടത്തിപ്പ് വിഷ്ണുവിലേക്ക് മാത്രമാക്കി മറ്റു 4 പേരും കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ഹോസ്റ്റൽ നഷ്ടത്തിലായി. ഈ ഹോസ്റ്റൽ ഉടമയ്ക്ക് വാടക കുടിശ്ശിക വന്നു, വലിയ ബാധ്യത വന്നു. ഇതോടെയാണ് ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ വിഷ്ണുവിനെ ബന്ദിയാക്കിയത്. ബന്ദിയാക്കുക മാത്രമല്ല തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന രംഗം വീഡിയോ കോൾ ചെയ്ത് നാട്ടിലുള്ള വിഷ്ണുവിന്റെ അമ്മയെ ഉൾപ്പെടെ ബന്ധുക്കളെ ഉൾപ്പെടെ കാണിക്കുകയായിരുന്നു. ഇതോടെയാണ് ബന്ധുക്കളാകെ പരിഭ്രാന്തരായത്. തുടർന്ന് കടം വാങ്ങി മറ്റും സ്വരൂപിച്ച 1.5 ലക്ഷത്തോളം രൂപ ഈ ഹോസ്റ്റൽ ഉടമയ്ക്ക് നൽകിയിരുന്നു. അതും പോരാ, വീണ്ടും 3 ലക്ഷം കൂടി ആവശ്യപ്പെടുകയാണ് ഈ ഹോസ്റ്റൽ ഉടമ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തതോടെയാണ് ഇത്തരത്തിൽ പരാതിയുമായി മന്ത്രി R ബിന്ദു ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതിയുമായി അമ്മ എത്തിയത്. പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് ഈ ഇന്ത്യൻ എംബസി അതുപോലെയുള്ള ആളുകളും അർമേനിയയിലേക്ക് ബന്ധപ്പെടുകയും അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഇപ്പം മാത്രമല്ല മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തയും വന്നിരുന്നു. ഇതോടെയാണ് ഹോസ്റ്റൽ ഉടമ ഈ വിഷ്ണുവിനെ വിട്ടയക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിഷ്ണു സുരക്ഷിതനാണെന്നാണ് ഇപ്പോൾ വീട്ടുകാർക്കും അതുപോലെ KV അബ്ദുൽ ഖാദറിനും ഉൾപ്പെടെ വിവരം ലഭിച്ചിട്ടുള്ളത്. ശരി അനീഷ്, അർമേനിയയിൽ തടങ്കിലായിരുന്ന യുവാവിനെ വിട്ടയച്ചു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു.